ഈ നല്ല രാവിലെ ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ വാക്യം കർത്താവിൻ്റെ നാമത്തിൽ വായിക്കാം. പ്രോമിസ് വേഴ്സാണ് സങ്കീർത്തനം 27:1. യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് പല വേളകളിൽ ഒത്തിരി കാലത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടത ഇവയെല്ലാം കാണേണ്ടി വന്നു. ആ സമയത്തൊക്കെ ദാവീദിന് കർത്താവ് കൊടുത്തൊരു വെളിപ്പാടാണ്, യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അനേകർ ഭയപ്പെടുത്തലിൻ്റെ അനുഭവം. എന്നാണെങ്കിൽ നമ്മൾ ലോകത്ത് നിൽക്കാൻ മാത്രമല്ല, വീട്ടിൽ സ്വസ്ഥയോട് നിർത്തത്തില്ല. വീട്ടിൽ പോലും സ്വസ്ഥത കെടുത്തുന്ന അനുഭവം, രാജ്യത്ത്, നാട്ടിന്, സമൂഹത്ത് വരുന്ന എല്ലാ ക്ലേശങ്ങളും കർത്താവ് വിടുവിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാം. അനേക പലയിടത്ത് സുനാമി, പലയിടത്തെ എർത്ത്ക്വേക്സ് ഇങ്ങനെയൊക്കെയുണ്ട്. ഇതിനൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ദിവസ പ്രാർത്ഥനയിൽ വെക്കാം. അതുകൊണ്ട് മനുഷ്യൻ ഭയപ്പെടുന്നത് പല വേളകളിൽ എനിമീസിൻ്റെ പ്രശ്നങ്ങളാണ്. അസൂയയുടെ ആത്മാവ്, അത് പറ്റത്തില്ല. അസൂയ, ജലസി സ്പിരിറ്റ്, വി ഷുഡ് റെഡീം. സ്റ്റീലിംഗ് ഹാബിറ്റ്, ചിലരോട് സ്റ്റീൽ ചെയ്തുകൊണ്ടേയിരിക്കുക, അതൊന്നും വേണ്ട. മറ്റുള്ളവരുടെ മൈൻഡ് ക്യാച്ചപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു ബിഹേവിയറേ അല്ല. ഇതൊക്കെ ഒരു ബിഹേവിയറാണോ മറ്റുള്ളവരുടെ മൈൻഡ് ക്യാച്ചപ്പ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തെ ഒരു ഫീലാക്കുന്നത്, മറ്റുള്ളവർക്ക് ഫീലാക്കാനുള്ള പ്രവണതകൾ ഇതെല്ലാം പെരുകി വരുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, യഹോവ വെളിച്ചമാണ്, യഹോവ വെളിച്ചം, ജീവൻ, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ രക്ഷയാവുന്നു. യഹോവ എൻ്റെ രക്ഷയോ, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളും ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പറ്റാത്ത സ്ഥിതിയിലോട്ട് കടന്നു ചെല്ലുകയാണ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞത്, ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നു. ആ യേശുവിൻ്റെ വെളിച്ചം നമ്മളിൽ പകരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ദാവീദിനെ പോലും നമ്മൾ യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്ന് നമ്മൾ പറയാം. യഹോവ എനിക്ക് വേണ്ടി എല്ലാം സമാപ്തിയായി വരുത്തും, യഹോവ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, യഹോവ എനിക്ക് വേണ്ടി പരിചയന്തും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നോർത്തിലൊക്കെ നോക്കിയാൽ വളരെ യേശുവിനെ അറിയുന്നവർക്ക് വിരോധമായി നിൽക്കുകയാണ്. അത് വളരെ വിഷമമാണ്. അതുകൊണ്ട് അതൊക്കെ മാറുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ തിങ്സ് എല്ലാം എടുക്കുന്നതൊക്കെ റോങ്ങാണ്. മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുന്നതൊക്കെ വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാം. എൻ്റെ വൈരികളും ശത്രുക്കളായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. യേശുവിൻ്റെ മക്കളെ അവരോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇടറി വീഴുമെന്നാണ് പറയുന്നത്. ഇടറി വീഴും. യേശുവിൻ്റെ മക്കൾക്കെതിരെ നിൽക്കുന്നവർ ഇടറി വീഴും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ദൂതിൽ നിന്ന് നിൽക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ദൂത് പറയാം. ആമേൻ, ആമേൻ.